വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞോസ് വ്ലോഗ്. എൻ്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഇടയ്ക്കുള്ള കുറച്ച് പഴവർഗ്ഗങ്ങൾ വെച്ചാൽ കുറച്ച് ഫ്ലവേഴ്സും വെജിറ്റബിൾസും ഫ്രൂട്ട്സും അതൊക്കെ ഞാൻ കാണിച്ചിരുന്നു. പിന്നെ 2-3 ചെടിയെല്ലാം നമ്മൾ മുറിക്കുന്നുണ്ട്, അതൊക്കെ കാണിച്ചു തരും. അപ്പം നമുക്ക് വീഡിയോയിൽ കിടന്നാൽ ആദ്യത്തെ സാധനം ഇതാണ് വൈദ്യങ്ങ. കുറേ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും വലുത് ആദ്യം ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതാണ് ആദ്യം പറയുന്നത്. അപ്പോൾ കത്രിക വെച്ചിട്ടായിരുന്നു മുറിക്കുക. അപ്പം നമുക്ക് എത്തി ഇനിയുള്ളത് നമ്മളെ മുളകാണ്. ഒന്നായിട്ടുണ്ട്. നമുക്ക് ഇത് വയ്ക്കാം. നമുക്ക് അയ്യോ അതെ ഇതാ ഇവിടെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു മുളക്. ഇതാ ഇത് നമുക്ക് പറിക്കാം. നമുക്കിപ്പോൾ 2 മുളക് കിട്ടിയിട്ടുണ്ട്. വേറെ ഒരു സാധനം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അത് പറിക്കാനായിട്ടില്ല. ഞാൻ കാണിച്ചു തരാം ഞങ്ങൾക്ക്. ഇവിടെ ഇതാ നമ്മളെ തക്കാളിക്കുട്ട. ഒരു തക്കാളി ആയിട്ടുണ്ട്. ഇതൊരു വയലറ്റ് വെണ്ടയ്ക്കാണ്, ആവുന്നേ ഉള്ളൂ, കുഞ്ഞി വാവ. ഇത് വയലറ്റ് വെണ്ടയ്ക്കാണ്, പക്ഷെ പച്ചയായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതെല്ലാം അമ്മ നട്ടതാണ്, തിന്നാൻ പറ്റുന്ന ചേമ്പാണ്. ഇതെല്ലാം അമ്മ നട്ടത്. ഗൈസ്, ഇത് നമ്മളെ ഇഞ്ചിയാണ്. ഇത് പറിക്കാനായിട്ടില്ല. പറിക്കാനാകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. തക്കാളി പറിക്കുമ്പോൾ വീഡിയോ എടുക്കും. ഇവിടെ ഒരു കുഞ്ഞ് കാന്താരി മുളകുണ്ട്. നേരത്തെ പറിച്ചത് വലിയ മുളകാണ്. ഇതൊരു കുഞ്ഞു മുളകായിരിക്കും. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വേറൊരു സ്ഥലത്ത് നട്ടിട്ടുണ്ട്. കുറേ മുളക് അയച്ചിട്ടുണ്ട്. ഇതിന് ഒന്ന് പറിച്ച് കാണിച്ചു തരാം. അയ്യോ ഇതാ ഇതിങ്ങനെ കുറേ ആയിട്ടുണ്ട്. ഇവിടെ ഉണ്ട്. ഇതാ വേറൊരു സ്ഥലത്തും കൂടി. പിന്നെ ഇതും ഒരു ഇലവർഗത്ത് പറ്റിയൊരു സാധനമാണ്. ചായ മനസ്സെന്ന് പറഞ്ഞൊരു ചെടിയാണ്. നല്ല ചെടിയാണ്, നല്ല ടേസ്റ്റ്. ചെയ്ത് വറവാക്കിയാൽ ചേമ്പ് നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമ്മുടെ മഞ്ഞൾ തോട്ടം കൃഷിയാണ്. ഇത് ഒരു സൗഹൃദ ചീര എന്ന് പറയുന്നത് ശരിയാണ്. മരം പോലെ ഇതാകും. പിന്നെ ഇവിടെ ഇത് വള്ളിച്ചീര എന്ന് പറയും. ഇതൊരു പടർന്ന് വരുന്നൊരു ചെടിയാണ്. ഇതിനെ കൊണ്ട് ഇതിൻ്റെ ഇല വെച്ച് നമുക്ക് ബജ്ജിയൊക്കെ ഉണ്ടാക്കാം. ഗൈസ്, ഇത് വഴുതിനങ്ങേൻ്റെ പൂവാണ്. കാരണം ഈ വയലറ്റ് കളർ ഒരു പൂവ്. പിന്നെ കുറേ ആയിട്ടുണ്ട്. ഇതാ കാണാം, കുഞ്ഞി വാവ. അവിടെ ഉണ്ട് വലിയത്. ഇത് പയറാണ്. നമ്മൾ അടുത്ത് നട്ടതാണ് ഈ ഒരു പയറ്. ഇതാ അല്ല അതല്ല, ഇതാ ഇതൊരു ചായ മനസ്സ്. ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലേ, അതിൻ്റെ കട്ടിങ്സിലെ കൂടെ നമ്മൾ ഇത് വളർത്തിയെടുത്തു. ഉഷാറാവുന്നുണ്ട്. ഇതാ ഇത് മാതള നാരങ്ങ എന്ന് പറയുന്ന സാധനം. അതിൻ്റെ നാരങ്ങ ഇതാടി ഇവിടെ കാണുന്നില്ല. ഞങ്ങൾ പൂപ്പല പിടിച്ചാൽ ആ പൂപ്പല പിടിക്കാത്ത ഇവിടെ ഒന്നുണ്ട്. ഇത് ഗണപതി നാരങ്ങ എന്നും പറയും. പൂജക്കെല്ലാം ഉപയോഗിക്കുന്ന നാരങ്ങയാണ് ഇത്. ഇത് നമ്മൾ കോവക്കത്തട മേലെല്ലാം ഉണ്ട്. ഇങ്ങനെ പടർന്ന് കയറിയിട്ട് കോവക്കുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് കോവക്ക. ചേട്ടാ കുറേ കോവക്കുണ്ട്. ഈ പൂവ് പിടിക്കുന്ന സീസണാണ് ഇത്. കുറേ ആയിട്ടുണ്ട്. ഇതെല്ലാം പറിക്കണം ഇനി. ഇത് കൊല കണ്ടില്ല, അത് ബജ്ജി ഉണ്ടാക്കുന്ന കൊലയാണ്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കിയ ഒരു ദിവസം കൊലയാക്കിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനെ കൊണ്ട് ഇതുണ്ടാക്കിയാൽ, ബജ്ജി ഉണ്ടാക്കിയാൽ ആ സാധനം കൊണ്ട്. പിന്നെ നമ്മളെ പ്ലാവിൽ കുഞ്ഞു കുഞ്ഞു ചക്ക ഇതവിടെ എല്ലാം ഉണ്ട്. കുഞ്ഞു കുഞ്ഞു ചക്ക ആവാൻ തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞു വാവുകൾ. ഇത് അശോക എന്ന് പറയുന്നൊരു പൂവാണ്. വിരിഞ്ഞു പോയപ്പോൾ ഇതൊരു നല്ലൊരു കളർ പൂവാണ്, ഓറഞ്ച് കളർ. നിങ്ങൾ ഇതിൻ്റെ ഒരു കഥ കേട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു. പണ്ട് സീതാദേവീനെ രാവണൻ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ സീതാദേവി ഇരുന്ന സ്ഥലമായിരുന്നു ഇത്. വീഡിയോ
സീതാദേവിനെ എന്ത് പിടിച്ചുകൊണ്ടായിട്ട് ഈ മരത്തിന്റെ താഴെയാണ് ഇരുത്തിയത്. ഈ അശോകത്തിന്റെ മരത്തിന്റെ താഴെയാണ് ഇരുത്തിയത്. ഇതൊരു വലിയ ചീമൻ ചട്ടി കാണിച്ചല്ല, ഇതൊരു കുഞ്ഞു പപ്പായാണ്. നമ്മൾ ഇന്നലെ പറിച്ചിട്ട് കൊണ്ട് നട്ടതേ ഉള്ളൂ. നമ്മളെ മുരിങ്ങയാണ് കാറ്റത്ത് പറക്കുന്നതല്ല. ഇതിന്റെ കുറേ പൂക്കൾ താഴെ വീണിട്ടുണ്ട്. അമ്മ ഈ പൂവ് കൊണ്ട് നല്ല രസമുള്ളൊരു വറവുണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ്. അത് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ ഒരു വീഡിയോയിൽ എടുക്കുന്നത്. ആ പൂവ് ഞാൻ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ തരാം. ഇതാണ് ഇതിന്റെ പൂവ്. നല്ല രസമുള്ള പൂവാണ്. ഇവിടെ എല്ലാം വീണ് പോകും ഇങ്ങനെ കാറ്റത്ത്. ഇതിനെ കൊണ്ട് ഒരു നല്ലൊരു വറവുണ്ടാക്കും. മുട്ടയിലിട്ടിട്ട് നല്ല വറവ്. പിന്നെ നമ്മളെ വരത്തിൽ കുറേ ആട്ടുചക്ക ആയിട്ടുണ്ട്. ഇത് അവിടെ എല്ലാം ഉണ്ട്, അങ്ങോട്ടേക്കെല്ലാം ഉണ്ട്. ഇതെല്ലാം പറിക്കണം. മേലെ ടെറസുമലൊക്കെ ഉണ്ട് കുറേ ആട്ടുചക്ക. അതെല്ലാം ഇനി പറിച്ചെടുക്കണം ചീഞ്ഞു പോകുന്നതിന് മുമ്പേ. ഞാൻ ഇപ്പം എൻ്റെ ഡ്രസ്സിലാണുള്ളത്. ഇവിടെ ഞാൻ എന്തിനാ വന്നത് ഇപ്പം ഞാൻ കാണിച്ചു നിങ്ങൾക്ക്. ഒരാളാണെന്ന് തൂങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയായിരിക്കും അല്ലേ? ഒരു കുഞ്ഞാൾ തൂങ്ങുന്നത്, അതാണ് പാഷൻ ഫ്രൂട്ട്. നമ്മൾ ഇത് ചെറുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഇത് പൂ വന്നു. കുറേ പൂക്കളൊക്കെ കഴിഞ്ഞു പോയി. ആകെ ഒരു കുഞ്ഞു മാവയാണ്, ചെറുപ്പാണ്. ഇത് ആയിട്ടുണ്ട്, ഒരു പാഷൻ ഫ്രൂട്ട് ആയിട്ടുണ്ട്. ബാക്കിയുള്ള പൂക്കളൊക്കെ കുഴഞ്ഞ് താഴേക്കൊണ്ട് ചെറുപ്പത്തിലേ ഇതിൽ കായ് പിടിച്ച് ഇതാ മഞ്ഞയാവുന്നുണ്ട്. ഇതിൻ്റെ മോൾ ഭാഗം ഫുള്ളായി മഞ്ഞയായിട്ടുണ്ട്. ഈ ഫുള്ളായിട്ട് മഞ്ഞയാവുമ്പോൾ നമുക്ക് എടുക്കാം. ഇത് നമ്മുടെ പിങ്ക് മന്ദാരാണ്. പൂത്തോ കുറേ മുട്ടുണ്ട്, ഇനിയും കുറേ വന്നിട്ട്. ഇത് നമ്മുടെ മാവിന്റെ പൂവാണ് ഗൈസ്. ഇവിടെ നമുക്കൊരു അലോവേരയുണ്ട്. ഇതവിടെ ഇതിന്റെ കുട്ടി. പിന്നെ ഇവിടെ ഇതെന്താ മനസ്സിലായോ? ഇത് എന്തായിരുന്നു ഇതിന്റെ പേര്? സാമ്പാർ ചീര എന്നാണ് ഇതിന്റെ പേര്. ഒരു ചീരയാണ് കറി വെക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരു പിങ്ക് കളർ പൂവുണ്ടാവും. ഇപ്പൊ കുഞ്ഞി തൈയാണ് നമുക്ക് കിട്ടിയത് ഇതിന്റെ. ഇതിപ്പോ നമ്മൾ അടുത്ത് നട്ടതാണ്. വയലറ്റ് പാഷൻ ഫ്രൂട്ടാണ്. ഇതൊരു കുഞ്ഞി തൈയാണ്. നമുക്ക് വയലറ്റ് പാഷൻ ഫ്രൂട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടിയപ്പോൾ നമ്മൾ അതിന്റെ വിത്ത് രണ്ടെണ്ണം അവിടെ കുഴിച്ചിട്ടപ്പോൾ അത് മുളച്ചു. നമ്മൾ നേരത്തെ ഒരു പിങ്ക് കളർ മന്ദാരം കണ്ടില്ലേ? നമുക്ക് അതിന്റെ വേറൊരു വെറൈറ്റിയും കൂടി ഉണ്ട്, വെള്ള മന്ദാരം കൂടി നമ്മൾ എടുക്കുന്നുണ്ട്. ഇതൊരു ഫെലനോസിക്സ് എന്ന് പറഞ്ഞൊരു ഓർക്കിഡാണ്. അത് പൂത്തു. ഇത് കുഞ്ഞി തൈ ഇവിടുന്ന് വരുന്നുണ്ട്. ഇത് ഓർക്കിഡാണെന്ന് സംശയമുണ്ട്. ഇത്രയൊക്കെ എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്കായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.